Hello students, welcome back to our chemistry class. We are discussing the chapter atomic structure or structure of atom. ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഒരു ആറ്റത്തിനുള്ളിൽ എന്തെല്ലാം കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത് അല്ലെ. അപ്പോൾ കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സിലായിട്ട് ഒരുപാട് സയന്റിസ്റ്റിനെയും അവരുടെ ഡിസ്കവറീസും കോൺട്രിബ്യൂഷൻസും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എത്തി നിൽക്കുന്നത് അറിയാം ചാർവിക് അല്ലെ, അതായത് ചാർജ്ലെസ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ന്യൂട്രോൺ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയത് ആരായിരുന്നു? ചാർവിക് ആയിരുന്നു. നെക്സ്റ്റ് നമുക്കതിന് താഴെയായിട്ട് ഒരു കോളം നൽകിയിട്ടുണ്ട്. അതിൽ ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രോൺസിന്റെ മാസ് ചോദിച്ചിട്ടുണ്ട്, ദെൻ ന്യൂട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും മാസ് ചോദിച്ചിട്ടുണ്ട്. ടാബിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് അല്ലെ. നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. അദ്ദേഹം നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ കണ്ടു, അതിന് അദ്ദേഹം എന്റെ പേര് നൽകിയത് ഇലക്ട്രോൺസ് എന്ന പേര് നൽകി. ദെൻ നെക്സ്റ്റ് ഏതാ ചോദിച്ചിട്ടുള്ളത്? പ്രോട്ടോൺസ് ആണ്. പ്രോട്ടോൺസ് ആരാ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മുടെ റൂദർഫോർഡ് ആയിരുന്നു. റൂദർഫോർഡ് എന്ത് ചെയ്തു? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്, അതിന് പ്രോട്ടോൺസ് എന്ന പേര് നൽകി. ദെൻ ദേ ആർ കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് ആറ്റം അല്ലെ, ആറ്റത്തിന്റെ സെന്ററിലാണ് അവ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ ഏതായിരുന്നു? ചാർജ്ലെസ് പാർട്ടിക്കിൾസ് ആണുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ചാർവിക് ആയിരുന്നു ചാർജ്ലെസ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ന്യൂട്രോൺസിനെ കണ്ടെത്തിയത്. ദെൻ ഇലക്ട്രോൺസിന്റെ മാസ് ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺസിന്റെ മാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ? ഇലക്ട്രോൺസിന്റെ മാസ് എന്ന് പറയുന്നത് വെരി ലെസ് ആണ് അല്ലെ. പ്രോട്ടോൺസും ന്യൂട്രോൺസും കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന്റെ മാസ് എന്താണ്? വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയാറുള്ളത്? ഒരു ആറ്റത്തിന്റെ ഹോൾ മാസ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? അതിന്റെ ന്യൂക്ലിയസിലാണ് അല്ലെ. കാരണം ന്യൂക്ലിയസിലാണ് ചാർജ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള പ്രോട്ടോൺസും ന്യൂട്രോൺസും, ഹെവി മാസുള്ള ന്യൂട്രോൺസും പ്രോട്ടോൺസും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ആറ്റത്തിന്റെ സെന്ററിലാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താ പറയാം? ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ലെസ് മാസ് ആണ്. ദെൻ പ്രോട്ടോൺസിന്റെ മാസ് എങ്ങനെയാണ്? മാസ് ഓഫ് ആൻ ഹൈഡ്രജൻ ആറ്റം, ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ഉണ്ട് ആർക്ക്? നമ്മുടെ പ്രോട്ടോൺസിന്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ന്യൂട്രോൺസ് ആണ്. പ്രോട്ടോണിന്റെ തന്നെ ട്വിൻ ആണല്ലേ ആര്? ന്യൂട്രോൺ. സോ നമുക്ക് എന്ത് പറയാം? ദ സെയിം മാസ് ഓഫ് പ്രോട്ടോണിന്റെ മാസം എല്ലായിരിക്കും, അതായത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ തന്നെ മാസാണ് ആർക്കുള്ളത്? ന്യൂട്രോണ്. സോ പ്രോട്ടോണിനും ന്യൂട്രോണിനും മാസ് ആരുടെ തന്നെയാണ്? ഹൈഡ്രജൻ ആറ്റത്തിന്റെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാ? അവരെവിടെയാണ് കാണപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇലക്ട്രോൺസ് എവിടെയാണ് കാണുക? ഔട്ട്സൈഡ് ഓഫ് ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ പുറത്താണ് ആരെ കാണുന്നത്? ഇലക്ട്രോൺസിനെ കാണുന്നത്. നെക്സ്റ്റ് നമ്മളുടെ പ്രോട്ടോണാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ന്യൂക്ലിയസിനുള്ളിൽ, അതായത് സെന്റർ ഓഫ് ദി ആറ്റം, ആറ്റത്തിന്റെ സെൻട്രൽ ആയിട്ടുള്ള ന്യൂക്ലിയസിലാണ് ഇവ രണ്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ഔട്ട്സൈഡും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇൻസൈഡ് ദി ന്യൂക്ലിയസ് ആണ് അല്ലെ. ആ ഒരു ടോപ്പിക് നോക്കിയേ. എന്താണ് ആ ടോപ്പിക്കിൽ പറയുന്നത്? ദ ആറ്റംസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ചാർജ്ലെസ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ന്യൂട്രൽ അല്ലെങ്കിൽ ന്യൂട്രോൺ എന്ന് പറയുന്നത് അല്ലെ. സോ ഈ ന്യൂട്രൽ എങ്ങനെയാണ് ആറ്റംസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവുന്നത്? കാരണം അതിൽ ഇലക്ട്രോൺസിന് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്, പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺസ് ഉണ്ട്. പിന്നെയും എങ്ങനെയാണ് ഈ ആറ്റംസ് അല്ലെങ്കിൽ ഈ ആറ്റംസ് കൺസെപ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള എലമെന്റ്സിന് ചാർജ്ലെസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ചാർജ് ഇല്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക്കലി അത് എന്താണ്? ന്യൂട്രൽ ആണ് എന്നുള്ളത് പറയാൻ കാരണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആറ്റത്തിന്റെ കേസ് എടുക്കാം. കാർബൺ. കാർബൺ 6 എന്നുള്ളൊരു ആറ്റത്തിനെ എടുത്തു കഴിഞ്ഞാല് ഈ ആറ്റത്തിൽ എന്തെല്ലാം ഉണ്ട്? പ്രോട്ടോൺസ് ഉണ്ട്, ദെൻ ഇലക്ട്രോൺസ് ഉണ്ട്, ദെൻ ന്യൂട്രോൺസ് ഉണ്ട്. പ്രോട്ടോൺസ് നമുക്കറിയാം പോസിറ്റീവ്ലി ചാർജ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 6+ അല്ലെ. 6 പ്രോട്ടോൺസ് ഉണ്ട്, അത് പോസിറ്റീവ്ലി ചാർജ് ആണ്. ദെൻ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 6- അല്ലെ. എന്താണ്? 6 ഇലക്ട്രോൺസ് ഉണ്ട്, അതും എന്താണ്? നെഗറ്റീവ്ലി ചാർജ് ആണ്. നമുക്കറിയാം ഏതൊരു ആറ്റത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും അതിൽ എന്തുണ്ട്? ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലെ. പക്ഷേ ഓപ്പോസിറ്റ് ചാർജസ് ആണെന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടുത്തെ കേസിൽ എന്താണ്? ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ്, അത് 6 ആൻഡ് പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി ചാർജ് അല്ലെ. ഇനി ന്യൂട്രോൺസിന്റെ കേസ് പറയുകയാണെങ്കിലും എങ്ങനെ തന്നെയാണ്? 6 ആണ്, ദർ ആർ ചാർജ്ലെസ് പാർട്ടിക്കിൾസ്. ഇനി നമുക്ക് എന്ത് പറയാം? യെസ്, ഇത് എങ്ങനെയാണ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് 6+ അല്ലെ, 6+ പ്രോട്ടോൺസ് ഉണ്ട്. 6+ പ്രോട്ടോൺസും 6- ഇലക്ട്രോൺസും പ്ലസ് ചാർജും നെഗറ്റീവ് ചാർജും ആണ് വന്നത്. ഒരു പോസിറ്റീവും നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ട് എന്താവും? ഇവിടെ 0 ആയി മാറും അല്ലെ. 0 ചാർജ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. നോക്കൂ, 6+ഉം 6- കൂടെ വരുമ്പോ അവിടെ എന്താണ് വരുന്നത്? ആ ചാർജ് തമ്മിൽ മിങ്കിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 0 ആണ്.
അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ആറ്റംസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയുന്നത്. ഓക്കെ, ആറ്റംസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയാൻ കാരണം എന്താണ്, അവിടെ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അവ എന്താണ്, ഓപ്പോസിറ്റ് ചാർജസ് ആണ്. സോ ദ ആറ്റംസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയാം. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ടോപ്പിക് ഏതാണ്, റൂദർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അല്ലെ. റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു, റൂദർഫോർഡ് എന്നിട്ടുണ്ടായിരുന്നു ഒരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിൽ എന്ത് കണ്ടുപിടിച്ചു, ആറ്റത്തിന്റെ മെജോറിറ്റി ഭാഗം എന്ന് പറയുന്നത് എന്താണ്, എംപ്റ്റി ആണ് അല്ലെ. ഓൺലി എ പോർഷൻ അല്ലെങ്കിൽ ഒരു സെന്റർ, നമ്മുടെ ആറ്റത്തിന്റെ ഒരു ചെറിയൊരു പോർഷത്തിന്റെ സെന്ററിൽ ഒരു ചെറിയ പോർഷൻ മാത്രമേ എന്തുള്ളൂ, അവിടെ എന്തോ ഒന്ന് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ അവിടെ എന്തോ ഒന്ന് പ്രസന്റ് ആയിട്ടുള്ളൂ. അതിനെയാണ് അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞത്. ബാക്കി എല്ലാം എന്താണ്, എംപ്റ്റി ആണ്. ഏതാണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു വലിയൊരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ നടുവിൽ ഹോൾ വെച്ച് കഴിഞ്ഞാലുള്ള ആ ഒരു കൺസെപ്റ്റ് അല്ലെ. അപ്പൊ അതാണ് അദ്ദേഹം എന്ത് ആറ്റത്തിന്റെ ഒരു മോഡൽ നൽകിയത്, സ്ട്രക്ചർ നൽകിയത്. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു മോഡൽ, അതായത് അദ്ദേഹം അതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത ഒരു കാര്യം കൂടിയാണ് ആറ്റത്തിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. നമുക്കറിയാം എങ്ങനെയാണ് സോളാർ സിസ്റ്റം അല്ലെങ്കിൽ എങ്ങനെയാണ് പ്ലാനറ്ററി മോഡൽ. സോളാർ സിസ്റ്റത്തില് സൺ എന്താണ്, സണ്ണ് സെന്ററിലാണ് അല്ലെ. സണ്ണ് സെന്ററിലാണ്. ദെൻ അതിനെ റിവോൾവ് ചെയ്യുന്നത് ആരൊക്കെയാ, എർത്ത്, മെർക്കുറി അല്ലെ. ഒരുപാട് പ്ലാനറ്റ്സ് അതിനെ റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു പെർട്ടിക്കുലർ പാത്തിലൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സിമിലർ സിസ്റ്റം ആണ് എവിടെയും അദ്ദേഹം പറഞ്ഞത്, ആറ്റത്തിന്റെ സ്ട്രക്ചറിലും പറഞ്ഞത്. ഓക്കെ, എങ്ങനെയാണ് നോക്കാം. ഇതിന്റെ ഒരു സെന്റർ ഉണ്ട്. ആ സെന്ററിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഓക്കെ, അപ്പൊ അത് ആരൊക്കെയാണെന്ന് നോക്കാം. സെന്ററിൽ ആരാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ആരായിരുന്നു, ന്യൂക്ലിയസ് അല്ലെ. അപ്പൊ ഇവിടെ സണ്ണിന്റെ കേസിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ, ഇത് സോളാർ സിസ്റ്റം ആണ്. സോളാർ സിസ്റ്റത്തിന്റെ കേസിൽ ആരായിരുന്നു സെന്ററിൽ, സൺ ആയിരുന്നു സെന്ററിൽ. ആറ്റത്തിന്റെ കേസിൽ ആരാണിത്, ആറ്റോമിക് സ്ട്രക്ചർ ആണിത്. ആറ്റോമിക് സ്ട്രക്ചറില് നമ്മുടെ സെന്ററിൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്, അത് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ അതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് ആരാണ്, ഇലക്ട്രോൺസ് ആണ് അല്ലെ. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദി ന്യൂക്ലിയസ്. ഇവിടെയാണെങ്കിലോ ഇവിടെ പ്ലാനറ്റ്സ് ആണ് സണ്ണിന് അറൌണ്ട് ചെയ്തിട്ട് റിവോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു ടാബ്ലോ കൊടുത്തിട്ടുണ്ട്, രണ്ടും കമ്പയർ ചെയ്തിട്ട് എഴുതാൻ. എങ്ങനെയാണ്, നമ്മുടെ ആറ്റത്തിന്റെ സെന്ററിൽ ആരാണ്, ന്യൂക്ലിയസ് ആണ്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. പിന്നെ അദ്ദേഹം അതിന് കൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞൊരു കാര്യം ഏതാണ്, ഈ ഒരു ആറ്റത്തിന്റെ കംപ്ലീറ്റ് മാസ് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, യെസ്, ന്യൂക്ലിയസിലാണ്. കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ഏറ്റവും മാസ് കൂടിയിട്ടുള്ള പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് അല്ലെ. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ നെഗ്ലിജിബിൾ മാസേ ഉള്ളൂ ആർക്ക്, നമ്മുടെ ഇലക്ട്രോൺസിന്. സോ ഒരു ആറ്റത്തിന്റെ ഹോൾ മാസ് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം, ഇറ്റ് ഈസ് ഇൻസൈഡ് ദി ന്യൂക്ലിയസ് അല്ലെ, അല്ലെങ്കിൽ സെന്റർ ഓഫ് ദി ആറ്റം. ആറ്റത്തിന്റെ സെന്ററിലാണ് ഒരു ആറ്റത്തിന്റെ കംപ്ലീറ്റ് മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പറയാം. ഓക്കെ, നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ ഈ ഒരു മോഡലിനെ, പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിനെ സയൻസ് വേൾഡ് ആക്സെപ്റ്റ് ചെയ്തില്ല. കാരണം എന്താണെന്നറിയോ, മാക്സ് പ്ലാങ്ക് എന്നുള്ളൊരു സയന്റിസ്റ്റ്, ഓക്കെ, മാക്സ് പ്ലാങ്കിന്റെ ഒരു സജഷനിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഏതൊരു ചാർജ്ഡ് പാർട്ടിക്കിൾസും മോഷനിലായിരിക്കുമ്പോ, സർക്കുലർ മോഷനിലായിരിക്കുമ്പോ ആ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ എനർജി എന്ത് ചെയ്യും, അതൊരു റേഡിയേഷൻ ആയിട്ട് എമിറ്റ് ചെയ്യുന്ന പറയുന്നത്. എനർജി എമിറ്റഡ് ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻ. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ്, നമ്മുടെ ഇലക്ട്രിക്കലി ചാർജ്, അതായത് ഇലക്ട്രോൺസിന് ചാർജ് ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു സർക്കുലർ മോഷനിലായിട്ട് റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്, അവയ്ക്കും എന്ത് സംഭവിക്കും, ഇങ്ങനെ എനർജി ലോസ് സംഭവിക്കും. അവയും റേഡിയേഷൻ വഴി എന്ത് ചെയ്യും, അവരുടെ എനർജി റേഡിയേഷൻ പോലെ എമിറ്റ് ചെയ്യും. അങ്ങനെ എമിറ്റ് ചെയ്യുന്ന കേസിൽ ഇവിടെ എന്തുണ്ടാവുന്ന അദ്ദേഹം പറയുന്നത്, ഇവ ക്രമേണ ചുറ്റി സഞ്ചരിച്ചിട്ട് എന്ത് ചെയ്യും, ഇതിൽ വന്ന് വീഴും. ഓക്കെ, എനർജി ഇവിടെ ഏറ്റവും കൂടുതൽ എനർജി ഉള്ള ഇലക്ട്രോൺസ് പിന്നെ ഓരോ പാത്തിലെത്തും തോറും എന്താണ്, അവരുടെ എനർജി റേഡിയേഷൻ പോലെ എമിറ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, നമ്മുടെ ന്യൂക്ലിയസിൽ വന്നിട്ട് വീഴും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ എത്തിച്ചേരാണ് നമ്മുടെ റൂദർഫോർഡ് ഈ ഒരു ആറ്റോമിക് സ്ട്രക്ചർ കൊണ്ടുവന്നപ്പോ. ഇങ്ങനെ ഒരു ഫെയിലിയർ അവിടെ ഉണ്ട് എന്നുള്ളത് ആര് സജസ്റ്റ് ചെയ്യാണ്, നമ്മുടെ മാക്സ് പ്ലാങ്ക് അവിടെ മുന്നോട്ട് വെക്കുകയാണ്. പക്ഷേ അതിന് ഒരു റീസൺ കണ്ടെത്തുക. പക്ഷെ ഇതെന്താണ്,
ഇങ്ങനെ ഒരു കേസ് നമ്മുടെ ആറ്റത്തിന്റെ കേസിൽ സംഭവിക്കില്ല എന്നാ പറയുന്നത്. ഓക്കെ, ആറ്റത്തിന്റെ കേസിൽ ഇങ്ങനെ ഒരു വീഴ്ച, ഇലക്ട്രോൺസിന് ഇങ്ങനെ ന്യൂക്ലിയസിൽ വന്നിട്ടുള്ള ഒരു വീഴ്ച സംഭവിക്കില്ല എന്നാണ് നമ്മുടെ സയൻസ് വേൾഡ് അംഗീകരിച്ചത്. പക്ഷെ എന്ത് ചെയ്തില്ല, അദ്ദേഹത്തിന് ഇതിന്റെ കാരണം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഹി കുഡിന്റ് എക്സ്പ്ലെയിൻ വാട്ട് ദ റീസൺ ബിഹൈൻഡ് ദിസ്. ഇതിന്റെ പിറകിലുള്ള റീസൺ എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ അവിടെ എന്തായിരുന്നു, നമ്മുടെ റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിന് ഒരു ഫെയിലർ ആയിരുന്നു. ഓക്കെ, അതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സയൻസിന്റെ ഏതൊരു ഡിസ്കവറിക്കും എവിടെയാണോ ഫെയിൽ ആവുന്നത് അവിടെ നിന്നാണ് അടുത്ത എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെയും അദ്ദേഹത്തിന്റെ ഈ ഒരു ഫെയിലിയറിൽ നിന്ന് മറ്റൊരു സയന്റിസ്റ്റ് എന്ത് കണ്ടുപിടിക്കുകയാണ്, മറ്റൊരു സ്ട്രക്ചർ കണ്ടുപിടിക്കുകയാണ്. അതേതാണ്, ബോർ മോഡൽ ഓഫ് ആറ്റം ആണ്. ഓക്കെ, ബോർ മോഡൽ ഓഫ് ആറ്റം കൊണ്ടുവരികയാണ്. ബോർ മോഡൽ ഓഫ് ആറ്റം ഇതേതായിരുന്നു, നമ്മുടെ റൂദർഫോർഡിന്റെ ഇത് റൂദർഫോർഡിന്റെ മോഡലായിരുന്നു. ഇത് ബോർ മോഡൽ ഓഫ് ആറ്റം ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അദ്ദേഹം, അതായത് നീൽസ് ബോർ എന്നുള്ള സയന്റിസ്റ്റ് ആണ് ഈ ഒരു ആറ്റമിക് സ്ട്രക്ചർ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഒരു ആറ്റം മോഡൽ കൊണ്ടുവന്നത്. അദ്ദേഹം എങ്ങനെയാണ് ഇതിനൊരു കാരണം നൽകിയത്, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ റീസൺ എന്താണ് അദ്ദേഹം നൽകിയത് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡലിനെ റിജക്ട് ചെയ്തിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് പിന്തള്ളിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് എല്ലാ ഇലക്ട്രോൺസും ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരു പെർട്ടിക്കുലർ പാത്തിലാണ്. അതിനെയാണ് നമ്മൾ ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്, ഒരു പെർട്ടിക്കുലർ ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ്സ് ഉണ്ട്. ഓക്കെ, ഈ ഓർബിറ്റ്സിലൂടെയാണ് എല്ലാ ഇലക്ട്രോൺസും റിവോൾവ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിലൂടെയാണ് എല്ലാ ഇലക്ട്രോൺസും റിവോൾവ് ചെയ്യുന്നത്. എല്ലാ ഇലക്ട്രോൺസിനും എന്തുണ്ട്, ഒരു പെർട്ടിക്കുലർ ഷെൽ ഉണ്ട് അല്ലെ, അതിലൂടെ മാത്രമാണ് എല്ലാ ഇലക്ട്രോൺസും റിവോൾവ് ചെയ്യുക. ഈ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഈ ഇലക്ട്രോൺസിനെല്ലാം എന്തുണ്ട്, ഒരു ഡെഫിനിറ്റ് എനർജി ലെവൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർബിറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു ഷെല്ലിനെ നമ്മൾ എന്തും പറയും, എനർജി ലെവൽസ് എന്നും പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്, ഷെല്ല്, ഓർബിറ്റ്, എനർജി ലെവൽസ്. ഓക്കെ, അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ചത് എന്തായിരുന്നു, ഇലക്ട്രോൺസ് ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിലൂടെ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ പെർട്ടിക്കുലർ ഓർബിറ്റ്സിന് എന്തുണ്ട്, ഡെഫിനിറ്റ് എനർജി ലെവൽസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഷെൽ അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്നും പറയപ്പെടാറുണ്ട്. അദ്ദേഹം അങ്ങനെയാണ് അതിന് എക്സ്പ്ലനേഷൻ നൽകിയത്. ഇനി അതിന് കുറച്ച് പോസ്റ്റുലേറ്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. യെസ്, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഓഫ് an atom in fixed paths called orbits or shells. അല്ലെ, ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ് എന്നൊക്കെ പറയുന്ന ഒരു പെർട്ടിക്കുലർ പാത്തിലൂടെ നമ്മുടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ ഹാവ് എ ഡെഫിനിറ്റ് എനർജി, ഹെൻസ് ഷെൽസ് ആർ ആൾസോ കാൾഡ് എനർജി ലെവൽസ്. ഈ റിവോൾവ് ചെയ്യുന്ന ഓരോ ഇലക്ട്രോൺസിന്റെ പാത്തിനും എന്തുണ്ട്, ഒരു ഡെഫിനിറ്റ് എനർജി ലെവൽസ് ഉണ്ട്. ഓരോ ഇലക്ട്രോണിന്റെ പാത്തിനും ഓരോ എനർജി ലെവൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയാം, ഈ ഒരു ഷെല്ലിനെ അല്ലെങ്കിൽ ഓർബിറ്റ്സിനെ നമുക്ക് എനർജി ലെവൽസ് എന്നും പറയാം. നെക്സ്റ്റ് എന്താ പറയുന്നത്, ആസ് ലോങ് ആസ് ആൻ ഇലക്ട്രോൺ റിവോൾവ്സ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഇറ്റ്സ് എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. അതാണ്, അവിടെയാണ് നമ്മുടെ റൂദർഫോർഡ് ആഴ്ച സംഭവിച്ചത് അല്ലെ. അദ്ദേഹം എന്താ പറഞ്ഞത്, ഇങ്ങനെ ഓരോ ഇലക്ട്രോൺസും ഒരു പെർട്ടിക്കുലർ ഡെഫിനിറ്റ് പാത്തിലൂടെ അല്ലെങ്കിൽ ഡെഫിനിറ്റ് എനർജി പാത്തിലൂടെ റിവോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ എനർജി എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അത് കൂടുകയില്ല, കുറയുകയില്ല. അതായത് എന്താണ്, ഇലക്ട്രോൺസിന് അവിടെ എനർജി ലോസ് സംഭവിക്കുന്നില്ല എന്നുള്ളൊരു കണ്ടെത്തലില്ല ആരെത്താണ്, നീൽസ് ബോർ എത്താണ്. അപ്പൊ എനർജി ലോസ് ഇല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കൂല, ന്യൂക്ലിയസിൽ വന്നിട്ട് ആ ഇലക്ട്രോൺസ് വീഴില്ല. അപ്പൊ അതാണ് അവിടെ പറഞ്ഞത്, ആസ് ലോങ് ആസ് ഇലക്ട്രോൺ റിവോൾവ്സ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഇറ്റ്സ് എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. അതിന്റെ എനർജി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. നെക്സ്റ്റ് എന്താ പറയുന്നത്, ദ എനർജി ഓഫ് ദ ഷെൽസ് ഇൻക്രീസസ് ആസ് ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. നമ്മൾ മുമ്പ് എപ്പോഴോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോൺസിലേക്കുള്ള അകലം കൂടുന്തോറും, ഡിസ്റ്റൻസ് കൂടുന്തോറും എന്താണ്, ഇലക്ട്രോൺസിന് എനർജി കൂടുക ചെയ്യാം അല്ലെ. കാരണം നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, നമ്മളൊക്കെ വീട്ടിൽ നിന്ന് സൈലന്റ് ആയിരിക്കുന്ന ചില കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് ക്ലാസ്സിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ എത്തുമ്പോൾ അവര് എനർജി എന്താണ്, കൂടും അല്ലെ. അവരുടെ ഫ്രണ്ട്സിനെയും അവരുടെ പ്ലേ ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ അവർക്ക് എന്താണ്, എനർജി കൂടും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോൺസിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും അവരുടെ എനർജി കൂടി വരും. അപ്പൊ ആ ഓർബിറ്റിന്റെ കേസ് നമുക്ക് പറയാലോ, ന്യൂക്ലിയസിൽ നിന്നും ഓരോ ഓർബിറ്റിലേക്കുള്ള അകലം കൂടുന്തോറും, ഡിസ്റ്റൻസ് കൂടുന്തോറും അവിടെ എന്താ ഉണ്ടാവുക, അവിടെ എനർജി ലെവല് കൂടി വരുന്നു. ദെൻ നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ദ ഷെൽസ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ക്യാൻ ബി നമ്പേർഡ് ഫ്രം നിയർ ദ ന്യൂക്ലിയസ് 1, 2, 3, 4, 5 etc. or represented by the letter KLMNO.
അതെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക് അല്ലെ. ഓക്കെ, നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. ഇത് ഓരോ പെർട്ടിക്കുലർ ഷെല്ല് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോ ഫസ്റ്റ് ഷെല്ലിന് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റിന് നമ്മൾ ഇട്ടുന്ന പേരാണ് 1. 1 ആണ് ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഓർബിറ്റിന് നമ്മൾ 1 എന്ന നമ്പറാണ് കൊടുക്കുക. നെക്സ്റ്റ് 1നോട് ചേർന്ന് എടുക്കുന്ന അടുത്ത ഓർബിറ്റിന് നമ്മൾ 2 എന്ന് കൊടുക്കും. അതിനോടടുത്ത് കിടക്കുന്നത് എത്രയാണ്? 4 അല്ലെ. അപ്പൊ ന്യൂക്ലിയസിൽ നിന്നും കൂടുന്തോറും നമ്മുടെ ന്യൂക്ലിയസിൽ നിന്നും ഓരോ ഓർബിറ്റിലേക്കുള്ള അകലം കൂടുന്തോറും എന്താണ് അതിന് 1, 2, 3, 4 എക്സെട്ര നമ്മൾ കൊടുക്കും. അതല്ലെങ്കിൽ നമ്മൾ ആൽഫബറ്റ്സ് വെച്ചിട്ടും അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണ്? ഫസ്റ്റ് ഷെല്ലിന് K, സെക്കൻഡ് ഷെല്ലിന് L, തേർഡ് ഷെല്ലിന് ഇവിടെ തേർഡ് ആണ്, തേർഡ് ഷെല്ലിന് M, ഫോർത്ത് ഷെല്ല് ഇവിടെ ഇനി എന്തുണ്ട് ഷെൽസ് വരുന്നുണ്ട് അല്ലെ, ഫോർത്ത് ഷെല്ലിന് N, KLMN എന്നുള്ള ഒരു ലെറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡിനോട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ 1, 2, 3 എന്നുള്ള നമ്പേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ KLMN എന്നുള്ള ആൽഫബറ്റ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ഷെല്ലുകളെ റെപ്രസെന്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കൂ, മാസ് നമ്പർ ആൻഡ് ആറ്റമിക് നമ്പർ ആണ് പറയുന്നത്. എന്താണ് മാസ് നമ്പർ, എന്താണ് ആറ്റമിക് നമ്പർ ഓഫ് ആൻ ആറ്റം? ഓക്കെ, അപ്പൊ അതിന് താഴെ ഒരു ടാബ്ല കൊടുത്തിട്ടുള്ളത്, അതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിലെന്തൊക്കെയാ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും തന്നിട്ടുണ്ട് അല്ലെ. അവയുടെ മാസ്, അതുപോലെ തന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്? പൊസിഷൻ ഫ്രം ദ പൊസിഷൻ ഇൻ ദ ന്യൂക്ലിയർ ആറ്റം, പൊസിഷൻ ഇൻ ദ ആറ്റം, അതുപോലെ തന്നെ മാസ് യൂസ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസ്, അതുപോലെ തന്നെ റിയൽ മാസും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഫിൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ആദ്യം ചോദിച്ചിട്ടുള്ളത് പ്രോട്ടോൺസിനെയാണ് അല്ലെ. പ്രോട്ടോണിന്റെ പൊസിഷൻ എവിടെയാണെന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? പ്രോട്ടോൺസും ന്യൂട്രോൺസും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ആറ്റത്തിന്റെ സെന്ററിലാണ്, അതായത് ന്യൂക്ലിയസിലാണ് അല്ലെ, ഇൻസൈഡ് ദി ന്യൂക്ലിയസ്. നെക്സ്റ്റ് മാസ് യൂസ്ഡ് ഫോർ ദ പ്രാക്ടിക്കൽ പർപ്പസ്. പ്രാക്ടിക്കൽ പർപ്പസിന് നമ്മൾ ഏത് മാസാണ് യൂസ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ 1 ആറ്റമിക് യൂണിറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്, 1 U. നെക്സ്റ്റ് അതിന്റെ റിയൽ മാസ് എത്രയാണെന്ന് നിങ്ങൾക്ക് വേണ്ടേ? റിയൽ മാസ് എന്ന് പറയുന്നത്, ഒരു പ്രോട്ടോണിന്റെ റിയൽ മാസ് എന്ന് പറയുന്നത് 1.00727 ആണ് ഒരു പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത്, റിയൽ മാസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇലക്ട്രോൺ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോൺ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? എവിടെയാണ് ഒരു ആറ്റത്തിന്റെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? യെസ്, ഔട്ട്സൈഡ് ന്യൂക്ലിയസ് ആണ് അല്ലെ. ന്യൂക്ലിയസിന്റെ പുറത്താണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. നമ്മുടെ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആയിരുന്നു, ഇവിടെ നമ്മുടെ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. ദെൻ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 0.00548 U ആണ്. ഓക്കെ, 0.00548 U ആണ്. ദെൻ മാസ് പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 0 ആണ്. അതിന് എന്തില്ല? മാസ് ഇല്ല, കൂടുതൽ മാസ് ഇല്ല, നമുക്ക് പറയത്തക്ക വിധത്തിലുള്ള മാസ് ഇല്ല അതിന്. 0 പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് അവിടെ പ്രാക്ടിക്കൽ പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും? അത് 0 വെയിറ്റിന് യൂസ് ചെയ്യാൻ കഴിയും? ഇല്ല. അപ്പൊ അവിടെ എന്താണ്? 0 ആണ് അവരുടെ മാസ്. ദെൻ ന്യൂട്രോൺ ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ന്യൂട്രോണിന്റെ പൊസിഷൻ എവിടെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? എവിടെയാ? ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ആണ്, അത് ചാർജ്ലെസ് ആണ്. നെക്സ്റ്റ് അതിന്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? പ്രാക്ടിക്കൽ പർപ്പസ് നമ്മൾ യൂസ് ചെയ്യുന്നത് 1 U ആണ്, സെയിം ആസ് ദ മാസ് ഓഫ് പ്രോട്ടോൺ അല്ലെ. ദെൻ റിയൽ മാസിൽ എന്തുണ്ട്? കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. റിയൽ മാസിൽ എത്രയാ വരുന്നത് നോക്കൂ, 1.00866 U ആണ് വരുന്നത്. എത്രയാണ്? അപ്പൊ നമ്മുടെ പ്രോട്ടോണിന്റെ പറയുന്നത് 1.00727 ആയിരുന്നു. പക്ഷെ നമ്മുടെ ന്യൂട്രോണിന്റെ എത്രയാണ്? 1.00866. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കാം, നമ്മുടെ മാസിന്റെ ഡിഫറൻസ് അല്ലെ. അതിന്റെ താഴെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് അവരുടെ മാസ് തമ്മിലുള്ള റിലേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്ത് നമുക്ക് പറയാം? യെസ്, ന്യൂട്രോൺസിനെ എന്ന് പറയുമ്പോൾ പ്രോട്ടോൺസിനേക്കാളും സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണല്ലേ. അവരുടെ മാസ് എന്താണ്? കുറച്ച് കൂടുതലാണ്. പിന്നെയോ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും മൊത്തത്തിലുള്ള മാസ് നോക്കുമ്പോഴോ ഇലക്ട്രോൺസിന് മാസ് തീരെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ദെൻ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കേസ് എടുക്കുകയാണെങ്കിലോ അവർക്കാണ് ആ ആറ്റത്തിലെ മാസ് കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ആറ്റത്തിന്റെ കംപ്ലീറ്റ് മാസ് എന്ന് പറയുന്നത്, വെയിറ്റ് എന്ന് പറയുന്നത് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? ആറ്റത്തിന്റെ സെന്ററിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, നമുക്ക് പറയാം എന്താണ്? ഒരു ആറ്റത്തിന്റെ മാസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഏതൊക്കെ പാർട്ടിക്കിൾസിനെയാണ് യൂസ് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് പറയാം ആരൊക്കെയാണ്? പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് അല്ലെ. ഒരു മാറ്റത്തിന്റെ മാസിന്റെ പർപ്പസിന്, മാസ് കണ്ടുപിടിക്കാനുള്ള പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ്. നെക്സ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്?
ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസും അവരുടെ മാസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് വരാം. അപ്പൊ നമുക്ക് എന്ത് പറയാം, ന്യൂട്രോൺസിന്റെ ആണെങ്കിൽ പ്രോട്ടോൺസിന്റെ ആണെങ്കിൽ അവരുടെ മാസ് എന്താണ്, സെയിം ആണ്. നമ്പർ ആണെങ്കിലും എന്താണ്, സെയിം ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് തന്നെയാണ് എന്ത്, ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പറയുന്നത്. അതിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ മാസ് ഓഫ് ആൻ ആറ്റം ഹാവിംഗ് 1 ഇലക്ട്രോൺ ആൻഡ് 1 ന്യൂട്രോൺ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിക്കിന്റെ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. കാരണം നമ്മൾ മാസ് നമ്പർ എന്താണ്, ആറ്റമിക് നമ്പർ എന്താണെന്ന് നന്നായിട്ട് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് അത് നോക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആറ്റത്തിന്റെ കേസ് എടുക്കണമെങ്കിൽ അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് തന്നെയാണ് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അതിന്റെ മാസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഇതിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, മാസ് നമ്പർ എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കുക, ഒരു ആറ്റത്തിന്റെ മാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതിൽ ആറ്റത്തിന്റെ മാസിൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിന് എന്തില്ല, ഒരു റോളും ഇല്ല. അവിടെ റോൾ ഉള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ, അവിടെ പ്രോട്ടോൺസിനും ന്യൂട്രോൺസിനും മാത്രമേ ഉള്ളൂ. അപ്പൊ ആലോചിക്കാം, ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസും ചേർന്നതാണ് എന്ത്, ഒരു ആറ്റത്തിന്റെ മാസ് നമ്പർ. ഇതിനെ നമ്മൾ എ എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാറ്. നമ്മള് ഇലക്ട്രോണ്, ന്യൂട്രോണ്, പ്രോട്ടോൺ ഇവരുടെ മാസ്, ചാർജ് ഒക്കെ പരിചയപ്പെട്ടു. ഇനി നമുക്കറിയാം, നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബലൂണൊക്കെ എയറിൽ വെച്ച് റബ് ചെയ്തിട്ട് നമ്മൾ പേപ്പർ പീസിന്റെ അടുത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യുന്നുള്ള ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് ഒബ്ജക്ട്സ് തമ്മിൽ എങ്ങനെയാണ് ഇത് അട്രാക്ട് ചെയ്യും, കാരണം എന്തെന്നുള്ളത് തുടങ്ങിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് നമ്മളൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പൊ എന്ത് പറയാം, നമുക്ക് അതിലെല്ലാം ഇങ്ങനെ ഈ ഒരു കേസിലൊക്കെ, അതായത് പരസ്പരം അട്രാക്ഷൻ കൊടുക്കുന്ന കേസിൽ, അതുപോലെ ഡിഫറെന്റ് ഒബ്ജക്ട്സ് തമ്മിൽ റബ് ചെയ്യുന്ന കേസിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് ആരെയാണ്, ഇലക്ട്രോൺസിനെയാണ്. കൈമാറ്റം ചെയ്യപ്പെടുന്നതും ഷെയർ ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നത് ഇലക്ട്രോൺസിന്റെ കേസിൽ മാത്രമാണ്. ന്യൂട്രോൺസും പ്രോട്ടോൺസും അവിടെ സേഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്, അവിടെ ഏറ്റവും സേഫ് ആയിട്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നത്, ഒരു മാറ്റം ഇല്ലാണ്ടിരിക്കുന്നത് ആരാണ്, നമ്മുടെ പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണല്ലേ. അപ്പൊ എന്താ നമുക്ക് പറയാം, ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാണെന്നറിയോ, പ്രോട്ടോൺസിനെയാണ്. കാരണം അവിടെ എന്തില്ല, പ്രോട്ടോൺസിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല. എവിടെ വെച്ചിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാലും ഷെയർ ചെയ്ത് കഴിയുന്നാലും ഒന്നും ആർക്കും ഒരു മാറ്റം സംഭവിക്കുന്നില്ല. പ്രോട്ടോൺസിന് അവിടെ മാറ്റം സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത് ആരെയാണ്, ആറ്റത്തിന്റെ പ്രോട്ടോൺസിനെയാണ്. സോ അവിടെ ഒരു ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് നമ്മൾ ആറ്റമിക് നമ്പർ ഓഫ് ദ ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ മാസ് നമ്പർ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. അത് ക്യാപിറ്റൽ ലെറ്റർ എ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഏതാണ്, ആറ്റമിക് നമ്പർ ആണ്. ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻസൈഡ് ആറ്റം. ഒരു ആറ്റത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത്. സെഡ് എന്നുള്ള ഒരു നമ്പർ വെച്ചിട്ടാണ്, ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യാറ്. അപ്പൊ സെഡ് എന്ന് പറയുന്നത് ആറ്റമിക് നമ്പർ ആണ്. എ എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്. ഇത് പരസ്പരം മാറിപ്പോകരുത്. എ എന്ന് കണ്ടിട്ട് ആറ്റമിക് നമ്പർ എഴുതി വെക്കരുത്. എ എന്ന് പറയുന്നത് എന്താണ്, മാസ് നമ്പർ ആണ്. സെഡ് എന്ന് പറയുന്നത് ആറ്റമിക് നമ്പർ ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ്. ദെൻ ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ആറ്റം അല്ലെ. ഒരു ആറ്റത്തിനുള്ളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് നമ്മൾ ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഒരു ആറ്റത്തിന്റെ ആറ്റമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏതെല്ലാം പാർട്ടിക്കിൾസിനെ കണ്ടെത്താം, ആരൊക്കെ കണ്ടെത്താം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ആറ്റത്തിന്റെ ആറ്റമിക് നമ്പർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, അവിടെ പ്രോട്ടോൺസിനെ കണ്ടുപിടിക്കാം. പ്രോട്ടോൺസിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആരെങ്കിലും കൂടെ കണ്ടുപിടിക്കാം, ന്യൂട്രോൺസിനെയും കൂടെ കണ്ടുപിടിക്കാം അല്ലെ. അപ്പോ ഒരു ആറ്റത്തിന്റെ ആറ്റമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെയൊക്കെ കണ്ടുപിടിക്കാം, പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കണ്ടുപിടിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം, നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് തന്നെയാണ് എന്ത്, ന്യൂട്രോൺസ് അല്ലെ. ന്യൂട്രോൺസിനെയും പ്രോട്ടോൺസിനെയും നമ്പർ എന്താണ്, ഈക്വൽ ആണെന്നുള്ളത് നമുക്ക് പറയാം. അതിന്റെ മാസും ഈക്വൽ ആണ്. ഇന്ന് നമ്മൾ എന്തൊക്കെയാ പരിചയപ്പെട്ടത്, റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ എന്താണെന്നുള്ളത് കണ്ടു. പിന്നെയോ അതിന്റെ ഫെയിലിയർ എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നീൽസ് ബോർ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ആറ്റമിക് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് കണ്ടു. അതിനുശേഷം നമ്മൾ ആറ്റമിക് നമ്പറിനെയും മാസ് നമ്പറിനെയും പരിചയപ്പെട്ടു. അപ്പൊ ഈ 4 കാര്യങ്ങൾ നന്നായിട്ട് ഓർത്തു വെക്കുക. എന്താണ് മാസ് നമ്പർ, എന്താണ് ആറ്റമിക് നമ്പർ എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്ലാസ്സിലായി അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ ആറ്റമിക് നമ്പർ മാത്രം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അതിന് ന്യൂട്രോൺസിനെയും പ്രോട്ടോൺസിനെയും ഫൈൻഡ് ചെയ്യാന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.